വളരെയധികം സന്തോഷം തോന്നുന്ന ഒരു നിമിഷമാണ്. നമ്മൾ 2 വർഷമായിട്ട് എഫേർട്ട് ഇട്ട് കിട്ടിയ ഒരു അച്ചീവ്മെൻ്റ് ആണ്. 274 റാങ്കാണ്. ഞാൻ പ്രിപ്പയർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത് ഒരു സെൽഫ് സ്റ്റഡി എന്ന ഒരു മോഡിലാണ്. കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലൊന്നും ചേർന്നിട്ടില്ല. അപ്പം അങ്ങനെ ഒരു വർഷം പ്രിപ്പയർ ചെയ്തു. 2020 ജൂൺ മുതൽ 2021 ഏപ്രിൽ വരെ പ്രിപ്പയർ ചെയ്തു. എന്നിട്ട് 2021 ജൂണിലായിരുന്നു പരീക്ഷ. അപ്പം 2-3 മാസം ബാക്കിയുള്ളപ്പോഴായിരുന്നു ഞാൻ ട്രിവാൻഡ്രത്തേക്ക് വരുന്നത്. അപ്പം അതുവരെ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലൊന്നും ചേർന്നിട്ടില്ല. എന്നിട്ട് ഇവിടെ വന്നു. അപ്പം ഒരു മെയ് 13 ആയപ്പോൾ നമ്മുടെ നോട്ടിഫിക്കേഷൻ വന്നു UPSCയുടെ. പ്രിലിംസ് പോസ്റ്റ്പോൺ ചെയ്തെന്ന് പറഞ്ഞിട്ട് കോവിഡ് ആയതുകൊണ്ട്. അപ്പം അങ്ങനെയാണ് പിന്നെ കുറേ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് തുടങ്ങി. കാരണം എൻ്റെ പ്രിപ്പറേഷനൊന്നും നല്ല രീതിയിലല്ലായിരുന്നു, കുറേ ഫ്ലോസ് ഉണ്ടായിരുന്നു. അപ്പം ആദ്യം വേറെ കുറേ ഇൻസ്റ്റിറ്റ്യൂട്ട്സൊക്കെ അന്വേഷിച്ചു. അങ്ങനെ എൻ്റെ കൂട്ടുകാരൊക്കെ ഇവിടെ ആയിരുന്നു പ്രൈം ബാച്ചിൽ ഉണ്ടായിരുന്നത്, പ്രശാന്ത്, ആദർ, യാസർ. അപ്പോൾ അവരാണ് സജസ്റ്റ് ചെയ്തത്, നീ ഒന്ന് ലീഡിൽ പോയി നോക്ക്, അവിടെ ശരത് സാറും അൻഡൂർ സാറും ഒക്കെ ഉണ്ട്. അവർ യൂഷ്വലി ഉള്ള കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് കാര്യങ്ങൾ പഠിപ്പിച്ചു തരുന്നതെന്ന് പറഞ്ഞു. അപ്പം പൊതുവേ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് ഒരു വളരെ നെഗറ്റീവ് ഒപ്പീനിയൻ ഉള്ളൊരു ഏരിയയാണ് സിവിൽ സർവീസസ് എന്ന് പറഞ്ഞാൽ. കാരണം വളരെ കമേഴ്ഷ്യലായിട്ട് കാര്യങ്ങൾ മാത്രം നോക്കിക്കാണുന്ന, അത്ര ആത്മാർത്ഥതയോടെ ചെയ്യുന്നില്ല എന്നുള്ളൊരു ഒപ്പീനിയൻ ഉണ്ട്. അപ്പം പക്ഷേ എന്നിരുന്നാലും ഞാൻ ഇതിലേക്ക് വന്നു, ലീഡിലേക്ക് വന്നു. എന്നിട്ട് പ്രിലിംസ് സ്കില്ലറിലാണ് ആദ്യം ജോയിൻ ചെയ്തിട്ടുള്ളത്. അപ്പം പ്രിലിംസ് സ്കില്ലർ മൊത്തത്തിൽ ഹാൻഡിൽ ചെയ്യുന്ന ശരത് സാറാണ്. അപ്പം എനിക്ക് ഡിഫറെൻ്റ് ആയിട്ട് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ യൂഷ്വലായിട്ട് ഈ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേരുമ്പോൾ പൊതുവെ മോക്ക് ടെസ്റ്റും അതിൻ്റെ സൊല്യൂഷൻസുമാണ് തരാറുള്ളത്. പക്ഷേ ലീഡിൽ എന്താണ് ഡിഫറെൻ്റ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഒരു ഹോളിസ്റ്റിക് പ്രോഗ്രാമാണ്. ഇൻസ്റ്റെഡ് ഓഫ് ടെസ്റ്റ് സീരീസ് ഒരു പ്രോഗ്രാം എന്നാണ് ഇതിന് പറയുന്നത്. അപ്പം ഇതിൽ ലോജിക്കൽ ട്രെയിനിങ് സെഷൻസ് ഉണ്ട്, പ്രീവിയസ് ഇയർ അനാലിസിസ് ഉണ്ട്, മാസ്റ്റേഴ്സ് ബ്രീഫ് ഉണ്ട് ശരത് സാറിൻ്റെ. അപ്പം മൊത്തത്തിൽ എന്ത് പഠിക്കണം എന്നുള്ളത് മാത്രമല്ലാതെ എങ്ങനെ പഠിക്കണം എന്നുള്ള കാര്യം കൂടി നമുക്ക് പഠിപ്പിച്ച് തരുന്നുണ്ട്. അപ്പം അങ്ങനെ പ്രിലിംസ് ഒരു വലിയ ഡിഫിക്കൽട്ട് സ്റ്റേജ് ആയിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം. മോക്ക് ടെസ്റ്റിലൊക്കെ പൊതുവെ മാർക്ക് കുറവായിരുന്നു. പക്ഷേ ലോജിക്കൽ ട്രെയിനിങ്ങും കുറച്ചും കൂടി ഇൻ്റലിജൻ്റ് ആയിട്ട് ഗസ് ചെയ്യാനും പഠിച്ചത് കൊണ്ട് തന്നെ മാർക്കില്ലായിരുന്നെങ്കിലും എനിക്ക് കുറേ ക്വസ്റ്റ്യൻസ് ലോജിക്കലി സോൾവ് ചെയ്യാൻ പറ്റി. ബേസിക് കണ്ടൻറ്റൊക്കെ ഉണ്ടായതുകൊണ്ട് അത് അപ്ലൈ ചെയ്തിട്ട് കാര്യങ്ങൾ സോൾവ് ചെയ്യാൻ പഠിച്ചു. അതിനുശേഷം ലീഡിൽ അടുത്തതായിട്ട് ഞാൻ ജോയിൻ ചെയ്ത പ്രോഗ്രാം മെയിൻ സ്കില്ലറായിരുന്നു. മെയിൻ സ്കില്ലറിൽ അൻഡൂപ് സാറും ഉണ്ടായിരുന്നു, ശരത് സാറും ഉണ്ടായിരുന്നു. രണ്ടുപേരും ഹാൻഡിൽ ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ അതിൽ മറ്റുള്ള കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ യൂഷ്വലായിട്ട് ഒരു ടെസ്റ്റ് അറ്റംപ്റ്റ് ചെയ്ത് അതിനെ കറക്റ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ലാതെ ഒരു കുറച്ചും കൂടി ടാക്റ്റിക്കലായിട്ട്, അതായത് സ്മാർട്ട് വർക്കിലൂടെ എങ്ങനെ സോൾവ് ചെയ്യാം മെയിൻസ് എന്നുള്ള കാര്യം കൂടി പഠിപ്പിക്കുന്നുണ്ട്. അതായത് യൂഷ്വലായിട്ട് ഫോളോ ചെയ്യുന്ന അപ്രോച്ച് എന്താണെന്ന് വെച്ചാൽ, ഒരു കണ്ടൻറ്റ് നമ്മൾ കോളേജിൽ നിന്ന് സ്കൂളിൽ നിന്ന് ചെയ്യുന്ന പോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ഫോമാറ്റിൽ പഠിക്കും. ഓരോ ഏരിയ എടുക്കും, അതിൻ്റെ ക്വസ്റ്റ്യൻ എടുക്കും, അതിൻ്റെ ആൻസർ പ്രിപ്പയർ ചെയ്യും. അങ്ങനെ ഒരു വലിയ നോട്ട് ഉണ്ടാക്കി പ്രിപ്പയർ ചെയ്യുന്നതാണ് യൂഷ്വലായിട്ട് സിവിൽ സർവീസിൽ ഫോളോ ചെയ്യുന്ന അപ്രോച്ച്. പക്ഷേ ലീഡിൽ ഡിഫറെൻ്റ് ആയിട്ട് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ, കുറച്ചുകൂടി സ്മാർട്ടായിട്ട് പഠിക്കും. അതായത് കുറച്ച് തീമാറ്റിക് ഏരിയാസ് എടുക്കാം, എന്നിട്ട് ജനറലായിട്ട് എഴുതാൻ പറ്റുന്ന കുറേ സ്റ്റേറ്റ്മെൻറ്റ്സ്, അത് ഫ്രെയിം വർക്ക് അപ്രോച്ചിലൂടെ പല ഡയമെൻഷൻസിലൂടെ കാര്യങ്ങൾ എഴുതാൻ പഠിക്കാം. അപ്പം നമ്മൾ എല്ലാ ടോപ്പിക്കും പഠിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ തിങ്കിങ് ഹൊറൈസൺ കുറച്ചും കൂടി വൈഡാക്കിയാൽ മതി. എന്നിട്ട് ഓരോ ടോപ്പിക്കിലും കുറച്ച് സ്പെസിഫിക് ആയിട്ടുള്ള ഡേറ്റ പോയിൻറ്റ്സ്, കുറച്ച് കമ്മിറ്റീൻ്റെ പേരുകൾ, അങ്ങനത്തെ കുറച്ച് സ്പെസിഫിക് സാധനങ്ങൾ മാത്രം പഠിച്ചു പോയി ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇൻ്റർലിങ്ക് ചെയ്ത് പഠിക്കുന്ന ഒരു ഹോളിസ്റ്റിക് അപ്രോച്ചാണ് മെയിൻ സ്കില്ലറിൽ ഉണ്ടായിട്ടുള്ളത്. അത് എനിക്ക് തോന്നുന്നു എൻ്റെ പ്രിപ്പറേഷനിൽ എനിക്ക് ഭയങ്കര അത് യൂസ്ഫുൾ ആയിരുന്നു. കാരണം ഞാൻ മെയിൻസ് ആൻസർ റൈറ്റിംഗ് അധികം ചെയ്തിട്ടില്ലായിരുന്നു. പ്രിലിംസിന് മുന്നേ ആകെ ഓപ്ഷണൽ, എൻ്റെ ഓപ്ഷണൽ സോഷ്യോളജി മാത്രമായിരുന്നു കാര്യമായിട്ട് ആൻസർ റൈറ്റിംഗ് ചെയ്തിരുന്നത്. പക്ഷേ GS ഒന്നും ചെയ്തില്ല, essay തീരെ ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെ ഈ ഒരു അപ്രോച്ച്, അതായത് സ്മാർട്ടായിട്ട് പഠിക്കുക എന്നുള്ള അപ്രോച്ച് എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായി. കാരണം 2 മാസം നമുക്ക് ടൈം ഉണ്ടായിരുന്നു. അപ്പോൾ ആ 2 മാസം കൊണ്ട് തന്നെ ഈ ഒരു വാസ്റ്റ് സിലബസ് കവർ ചെയ്യാനും അത് കുറച്ച് നല്ല സ്കോർ ചെയ്യുന്ന രീതിയിൽ പഠിക്കാനും എനിക്ക് ഹെൽപ്ഫുള്ളായിരുന്നു. അതിനുശേഷം ലീഡിൽ ഞാൻ ചെയ്തത് ഇൻ്റർവ്യൂ പ്രോഗ്രാമാണ്. ഇൻ്റർവ്യൂ പ്രോഗ്രാമിൽ നമുക്ക് 1-on-1 സെഷൻസ്, മോക്ക് ഇൻ്റർവ്യൂസ്, GDs എല്ലാം കിട്ടിയിരുന്നു. അതും എൻ്റെ പ്രിപ്പറേഷനിൽ ഒരുപാട് വാല്യൂ അഡീഷൻ ചെയ്തിരുന്നു. അങ്ങനെ ഒരു ഹോളിസ്റ്റിക്, അതായത് പ്രിലിംസ്, മെയിൻസ്, ഇൻ്റർവ്യൂ ഫുൾ മൊത്തത്തിൽ ഞാൻ ലീഡിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഭാഗമായിരുന്നു. അപ്പോൾ ഡെഫിനറ്റ്ലി ലീഡിൻ്റെ ഈ 3 പ്രോഗ്രാംസ് എനിക്ക് എൻ്റെ പ്രിപ്പറേഷനിൽ ഒഴിച്ചുകൂടാനാത്ത ഒരു കാര്യമായിരുന്നു. അതില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇതുവരെ എത്താൻ പറ്റില്ല. അപ്പോൾ ഡെഫിനറ്റ്ലി LeadIASന് ഒരു നല്ല പ്രോഗ്രാംസ് ഓഫർ ചെയ്യുന്നതുകൊണ്ട് തന്നെ
വളരെയധികം ഡിഫറെൻ്റ് ആയിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പം ഇനിയുള്ള ആസ്പിറൻസിനും അത് ഒരുപാട് ഗുണങ്ങൾ ചെയ്യട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. ആൻഡ് ഫൈനലി ഈ ഒരു അറ്റംപ്റ്റിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. താങ്ക്സ് പറയാനുള്ള ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ ശരത് സർ, ആൻഡ്രൂപ് സർ, പിന്നെ മൈക്കിൾ ഇൻ്റർവ്യൂവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന മൈക്കിൾ, അങ്ങനെ ഒരുപാട് പേരുണ്ട്. എല്ലാവരിലും പേരെടുത്ത് പറയുന്നില്ല, എന്നാലും താങ്ക് യു ആൾ.